I wouldn't mind breaking a few hearts to lift the trophy for once. T20 ലോകകപ്പ് ഫൈനൽ മുന്നുള്ള പത്രസമ്മേളനത്തിൽ ന്യൂസിലൻഡ് നായകൻ മിച്ചൽ സാൻഡർ പറഞ്ഞ വരികളാണിവ. അപ്പോൾ എന്തായിരുന്നു അയാളുടെ മനസ്സിലാകെ? 2023 ഏകദിന ലോകകപ്പ് കലാശ പോരാട്ടത്തിന് മുമ്പ് ഓസ്ട്രേലിയൻ നായകനായ പാറ്റ് കമ്മിൻസ് സമാനമായ വാക്കുകൾ ഉച്ചരിച്ചിരുന്നു. കങ്കാരുപ്പട കിരീടമായി മടങ്ങുകയും ചെയ്തു. ചരിത്രം ആവർത്തിക്കാമെന്നാണ് സാൻഡറും കണക്ക് കൂട്ടിയത്. എന്നാൽ കിവി സ്കിപ്പർ ഒരു കാര്യം മറന്നുപോയിരുന്നു. 2023 ഫൈനലിൽ സ്ഥാനം നിഷേധിക്കപ്പെട്ട ഒരു കളിക്കാരൻ ഇത്തവണ ഇന്ത്യൻ ടീമിനൊപ്പം ഉണ്ടായിരുന്നു. അവന് ബൈബിളിലെ വീരയോദ്ധാവിൻ്റെ പേരായിരുന്നു. വെറും കൈകൊണ്ട് ഒരു സിംഹത്തിൻ്റെ കഥ കഴിച്ച സാംസൺ, സഞ്ജു വിശ്വനാഥ് സാംസൺ. അഹമ്മദാബാദിലെ ആകാശത്തിൽ പറന്നുല്ലസിക്കാനാണ് കിവികൾ മോഹിച്ചത്. പക്ഷേ അവരെ കടിച്ചു കീറിയ സഞ്ജു ഇന്ത്യയെ തുടർച്ചയായ 2ാം ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ചിരിക്കുന്നു. ഞാൻ വെറുതെ ആലോചിച്ച് നോക്കുകയായിരുന്നു. സഞ്ജു കാഴ്ചവെച്ച ബാറ്റിംഗ് വിസ്മയം ഇന്ത്യയുടെ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികവുറ്റതായിരുന്നില്ലേ? 2007 2011 ഇന്ത്യയുടെ ലോകകപ്പ് വിജയങ്ങളിൽ നിർണായക പങ്ക് വഹിച്ചത് യുവരാജ് സിംഗ് ആയിരുന്നു. പക്ഷേ 2007 ഫൈനലിലും 2011 സെമി ഫൈനലിലും യുവയ്ക്ക് ബാറ്റ് കൊണ്ട് തിളങ്ങാൻ സാധിച്ചിരുന്നില്ല. 1983 ലോകകപ്പ് ഹീറോ മഹിദിൻ അമർനാഥായിരുന്നു. സെമി ഫൈനലിലും അദ്ദേഹം മിന്നിത്തിളങ്ങി. എന്നാൽ മറ്റുള്ള മാച്ചുകളിൽ അമർനാഥ് വലിയ മാച്ച് വിന്നിംഗ് ഇമ്പാക്റ്റ് സൃഷ്ടിച്ചിരുന്നില്ല. 2 വർഷങ്ങൾക്ക് മുമ്പ് കരീബിയൻ ദ്വീപുകളിൽ വെച്ച് ഇന്ത്യ ജയിച്ച ലോകകപ്പിലും ഇതേ മാതൃക കാണാം. ഓസീസിനെതിരെയായ നിർണായക മത്സരത്തിലും സെമി ഫൈനലിലും രോഹിത് ശർമ്മയുടെ ബാറ്റിൽ നിന്നും റണ്ണൊഴുകി. ഫൈനലിൽ വിരാട് കോഹ്ലി രക്ഷകനായി അവതരിക്കുകയും ചെയ്തു. അവിടെയാണ് സഞ്ജുവിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. തുടർച്ചയായി 3 നോക്കൌട്ട് മത്സരങ്ങളിലെ ടോപ്പ് സ്കോറർ. സ്ഥിരതയില്ല എന്ന് പരിഹസിക്കപ്പെട്ടിരുന്ന സഞ്ജു സ്ഥിരതയുടെ പര്യായമായി മാറിയ കാഴ്ച. ന്യൂസിലൻഡ് ബോളർമാർക്കെതിരെയുള്ള സഞ്ജുവിൻ്റെ റെക്കോർഡുകൾ ഫൈനലിന് മുന്നേ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. വായിച്ചാൽ അതും ഒരു ഹൊറർ സിനിമ പോലെ അനുഭവപ്പെടുമായിരുന്നു. കേവലം 10 പന്തുകൾക്കിടെ സാൻഡർ സഞ്ജുവിനെ 3 തവണയാണ് പുറത്താക്കിയിരുന്നത്. മാറ്റ് ഹെൻറിക്കും ലോക്കി ഫെർഗൂസനും ജെയിംസ് നിഷത്തിനും സഞ്ജുവിനെ 2 തവണ കീഴടക്കിയതിൻ്റെ ഓർമ്മകളുണ്ടായിരുന്നു. ഈ 4 ബോളർമാർക്കെതിരെയുള്ള സഞ്ജുവിൻ്റെ ബാറ്റിംഗ് അവറേജ് കേവലം 10 റൺസ് മാത്രമായിരുന്നു. പക്ഷേ ഫൈനലിൽ ഇവരെയെല്ലാം സഞ്ജു അരിഞ്ഞു തള്ളി. ആദ്യ ഓവറിൽ ഹെൻറി സഞ്ജുവിനെതിരെ 4 ഡോട്ട് ബോളുകൾ എറിയുന്നുണ്ട്. പക്ഷേ 5ാമത്തെ പന്ത് മിഡ് ഓണിന് മുകളിലൂടെ അദൃശ്യമാകുന്ന കാഴ്ച. നിഷാം സഞ്ജുവിനെതിരെ ഒരു ഗംഭീര യോക്കർ പായിച്ചതാണ്. സഞ്ജു അതിനെ ബൗണ്ടറിയിലേക്ക് പറഞ്ഞയച്ചത് കണ്ട് ലോകം പോലും തരിച്ചു നിന്നു. ഈ ലോകകപ്പിലെ ടോപ്പ് വിക്കറ്റ് ടോപ്പർമാരുടെ പട്ടികയിൽ 5ാം സ്ഥാനത്തായിരുന്നു രജിൻ രവീന്ദ്ര. അയാളുടെ 3 പന്തുകളാണ് സഞ്ജു തുടരെ പുറത്തേക്ക് അടിച്ചുവിട്ടത്. ഇടിക്കൂട്ടിലെ ഇതിഹാസമായിരുന്ന മുഹമ്മദ് അലിയോട് ഏറ്റുമുട്ടിയതിനു ശേഷം ജോ ബാക്നർ എന്ന ബോക്സർ പറഞ്ഞിരുന്നു, ആദ്യം ഞാൻ നല്ലൊരു പഞ്ച് അലിക്ക് നൽകി. അദ്ദേഹം അതിനെ അഭിനന്ദിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ അതിശക്തമായ 4 ഇടികളാണ് എൻ്റെ മുഖത്ത് വീണത്. അലിയുടെ വേഗതയും ടൈമിങ്ങും അസാധാരണമായിരുന്നു. മൊട്ടേരയിലെ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് മുഹമ്മദ് അലിയുടെ ബോക്സിംഗ് പോലെയായിരുന്നു. കിവികളുടെ പഞ്ചുകൾക്കെല്ലാം അതിശക്തമായ കൗണ്ടർ പഞ്ചുകൾ അദ്ദേഹം നൽകുന്നുണ്ട്. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന T20 ഗെയിമിൽ സഞ്ജുവിന് വീഴ്ത്തിയത് ഫെർഗൂസനായിരുന്നു. അന്നാണ് സഞ്ജുവിൻ്റെ കീപ്പിംഗ് ഗ്ലൗസും ടീമിലെ സ്ഥാനവും കൈമോശം വന്നത്. T20 ലോകകപ്പ് ഫൈനലിൽ ആ കണക്കും സഞ്ജു തീർക്കുന്നുണ്ട്. 150 കിലോമീറ്ററിനടുത്ത് വേഗതയുണ്ടായിരുന്ന ലോക്കിയുടെ പന്തുകൾ 4 പാടും പായിക്കപ്പെട്ടു. ഇന്ത്യക്കാരുടെ നെഞ്ചകം തകർക്കുന്നതിന് വേണ്ടി എത്തിയ സാൻഡർ ഇപ്പോൾ നിശബ്ദനാണ്. തകർന്നത് അയാളുടെ മാത്രം ഹൃദയമാണ്. ഒന്ന് കണ്ണടച്ചാൽ സാൻഡർക്ക് അത് വീണ്ടും കേൾക്കാം. സഞ്ജുവിൻ്റെ സ്കോർ കെട്ട് സൃഷ്ടിച്ച സ്വരം സിത്താറിൽ നിന്നും പൊഴിഞ്ഞ സംഗീതം പോലെ അത് അതിസുന്ദരമാണ്. Sanju Samson has been mistiming it for 6s here tonight here.